ഇനി ഒന്നുകൂടെ നോക്കൂ ഈ ഉദാഹരണങ്ങളിലേക്ക്. ജാഅ, ജീഅ, സൂഉൻ. ഇത് മൂന്നും ഒരൊറ്റ വേർഡാണ്, ഒരു വേർഡാണ്. ജാഅ ഒരു വേർഡാണ്, ജീഅ ഒരു വേർഡാണ്, സൂഉൻ ഒരു വേർഡാണ്, ഒരു കെലിമത്താണ്, ഒരൊറ്റ പദമാണ് അല്ലേ. സൂഉൻ എന്നത് ഒരു പദമാണ്, ജീഅ എന്ന് പറഞ്ഞത് ഒരു പദമാണ്, ജാഅ എന്ന് പറഞ്ഞതോ അതും ഒരു പദമാണ്. അടുത്ത ഉദാഹരണങ്ങൾ നോക്കൂ. ലാ അഅ്ബുദു, അത് രണ്ട് പദങ്ങളാണ്. അറബി ഭാഷയിൽ നമ്മൾ കൂടുതലൊക്കെ പഠിച്ച് വലിയ കുട്ടികളാകുമ്പോൾ കുറേ പഠിക്കും, രണ്ട് പദങ്ങളുടെ സാങ്കേതികമായ പ്രയോഗങ്ങളൊക്കെ. അതൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ലാ ഒരു കലിമത്തും അഅ്ബുദു വേറൊരു കലിമത്തും, ഇങ്ങനെ രണ്ട് കലിമത്തുകളാണ് അല്ലേ, ആണ്. അതുപോലെ ഫീ ഉദുനൈഹി, ഫീ എന്ന് പറഞ്ഞത് ഒരു വേർഡ്, ഉദുനൈഹി വേറൊരു വേർഡ്, രണ്ട് വേർഡുകൾ. ഖൂ അൻഫുസക്കും, അവിടെയും രണ്ടെണ്ണം. ഖൂ എന്ന് പറഞ്ഞത് ഒരു വേർഡാണ്, ഒരു കലിമത്താണ്. അൻഫുസക്കും വേറൊന്നാണ്. അപ്പോൾ ജാഅ എന്നതും ജീഅ എന്നതും സൂഉ എന്നതും ഒറ്റ 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 വേർഡുകളാണ്. ലാ അഅ്ബുദു, ഫീ ഉദുനൈഹി, ഖൂ അൻഫുസക്കും, അതൊക്കെ ഈ രണ്ട് വേർഡുകളാണ്. ഇതെല്ലാറ്റിലും ഹംസയുണ്ട്, മദ്ദക്ഷരത്തിന് ശേഷം കൂടുതൽ നീട്ടുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? കാണില്ലേ? ഉണ്ട്. ഇനിയാണ് വിഷയം. എന്താണെന്നറിയോ? ജാഅ, ജീഅ, സൂഉൻ, ഇങ്ങനെ ഒരൊറ്റ വേർഡിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും വന്നാൽ, ഒറ്റ വേർഡ് അതിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും വന്നാൽ അങ്ങനെയുള്ള മദ്ദിനാണ് മദ്ദുൽ മുത്തസിൽ എന്ന് പറയാ. മുത്തസിൽ എന്ന് പറഞ്ഞാൽ തന്നെ ചേർന്നത് എന്നാണ്. ചേർന്നു. ഏതൊക്കെ? മദ്ദക്ഷരവും ഹംസും ചേർന്നു ഒറ്റ വേർഡിൽ വന്നു, അതുകൊണ്ട് മുത്തസിൽ. ജാഅ, ജീഅ, സൂഉൻ. വേറൊന്ന് പറയാ, സമാ അല്ലേ, ഇസ്രാഈൽ, മദ് മുത്തസിൽ. ഇങ്ങനെ മദ്ദക്ഷരത്തിന് ശേഷം ഇങ്ങോട്ട്, മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ തന്നെ ഹംസ വന്നാൽ അത്തരം മദ്ദുകൾക്കാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? മദ്ദക്ഷരങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത കലിമത്തിൽ ഹംസ വന്നാൽ അങ്ങനെ നീട്ടുന്ന മദ്ദിനാണ് മദ്ദുൽ മുൻഫസിൽ എന്ന് പറഞ്ഞത്. മദ്ദുൽ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞത് എന്നാണ്, വേർപിരിഞ്ഞത്. എന്ത് വേർപിരിയ? മദ്ദക്ഷരം ഒന്നിലും ഹംസ വേറൊന്നിലും, രണ്ട് കലിമത്തുകളിൽ. മദ്ദക്ഷരം ഒരു കലിമത്തിൻ്റെ ലാസ്റ്റിലായിരിക്കും, ഹംസ അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരമായിരിക്കും. ഫീ മദ്ദക്ഷരം യാ. ഉദുനൈഹി അടുത്ത കലിമത്തിൻ്റെ ഫസ്റ്റ് അക്ഷരം ഉ. ഖൂ അവിടെയും അങ്ങനെ തന്നെ, മദ്ദക്ഷരം വാവ് ആ കലിമത്തിൻ്റെ അവസാനത്തിൽ. അൻഫുസക്കും അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരം. ഇങ്ങനെ മദ്ദക്ഷരവും ഹംസയും രണ്ട് കലിമത്തുകളിലായി വന്നാൽ അതിന് മദ്ദുൽ മുൻഫസിൽ എന്ന് പറയും. മനസ്സിലായോ? മദ്ദു മുത്തസിലും മദ്ദു മുൻഫസിലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരവും ഹംസും ഒരു കലിമത്തിൽ വന്നതായിരിക്കും. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരവും ഹംസയും രണ്ടും രണ്ട് കലിമത്തിലായിരിക്കും. അഥവാ മദ്ദക്ഷരം ഒരു കലിമത്തിൻ്റെ അവസാനത്തിലും ഹംസ് വേറൊരു കലിമത്തിൻ്റെ ആദ്യത്തിലുമായിരിക്കും. മദ്ദക്ഷരം ഒരു കലിമത്തിൻ്റെ അവസാനത്തിലും ഹംസ് തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യ അക്ഷരവും ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഒന്നും കൂടെ പറയട്ടെ. ഒരു കാര്യം കൂടി, മദ് മുത്തസിലുകളില്ലേ, നമ്മളെ ജാഅ, ജീഅ, സൂഉ പോലെയുള്ള മദ് മുത്തസിലുകൾ, ഇത് അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. അസ്ലിയായ മദ്ദില്ലേ, നമ്മുടെ കാല, താടി, ലോറി, മൂക്ക്, നാക്ക്, അതിനേക്കാൾ കൂടുതൽ നീട്ടണം. എങ്ങനെ പറയണം? നാക്ക്, ലോറി, താടി പോലെ ജാഅ.
അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണം. ജാ പറ്റൂല, പറ്റൂല, പറ്റൂല. ജീ പറ്റുമോ? പറ്റൂല. എന്തു വേണം? ജീ വേണം. സൂ പറ്റുമോ? പറ്റൂല. എന്തു വേണം? സൂ വേണം. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണം, നിർബന്ധമാണ്, നിർബന്ധമാണ്. എത്ര നീട്ടാം? 7 ഹർക്കത്ത് വരെ നീട്ടാം. 7 ഹർക്കത്ത് വരെ. ഈ 7 ഹർക്കത്ത് വരെ എന്നൊക്കെ പറഞ്ഞാൽ എത്ര നിങ്ങൾക്ക് സംശയമല്ലേ? അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ വിശദമായി പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെ പറയാം. നോക്കൂ, 7 വരെ വിരൽ മടക്കി അത്ര സമയം, അത്ര വരെ നീട്ടാം. കൂടുതൽ നീട്ടാ എന്ന് വിചാരിച്ച് ഇദാ ജാ നസ്റുല്ലാഹി പറ്റുമോ? പറ്റൂല. കൂടുതൽ നീട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇത്ര നീട്ടാൻ പറ്റൂല. അത് ശ്രദ്ധിക്കണം കേട്ടോ. 7 ഹർക്കത്ത് വരെ മാത്രമേ ഏറിപ്പോയാൽ നീട്ടാൻ പറ്റൂ, അതിലേറെ നീട്ടാൻ പറ്റൂല. അസ്ലിനേക്കാൾ നീട്ടുകയും വേണം. മുത്തസിൽ. എന്നാൽ മദ് മുൻഫസിലില്ലേ, മദ്ദക്ഷരം ഒരു കലിമത്തിലും ഹംസ വേറൊരു കലിമത്തിലും, അത് ഇങ്ങനെ കൂടുതൽ നീട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുത്തസിലായ മദ് നിർബന്ധമാണല്ലോ, അസ്ലീനേക്കാൾ നീട്ടണം, 7 വരെ നീട്ടാമെന്നത്. അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. എത്ര വരെ നീട്ടാ? മുത്തസിൽ പോലെ തന്നെ 7 വരെയൊക്കെ നീട്ടാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അതൊക്കെ കുറേ കൂടുതൽ നമുക്ക് പഠിക്കണം, നന്നായി പഠിക്കണം. മദ്ദിൻ്റെ അളവും നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞതും എങ്ങനെയാണ് നീട്ടേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. നിങ്ങൾ റെഡിയായി അവിടെ ഇരുന്നാൽ മതി, എല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, ശരി. എന്നാൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? മുത്തസിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, മദ്. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും പറഞ്ഞു. മുത്തസിൽ എത്ര നീട്ടണം എന്ന് പറഞ്ഞു. മുൻഫസിൽ എന്ത് ചെയ്യണം എന്നും പറഞ്ഞു. ഓക്കെ.